ട്രംപറ്റ് ടിവിയുടെ മാന്യ പ്രേക്ഷകർക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ത്യയുടെ അപ്പോസ്തലനായ ഡോക്ടർ PG വർഗീസിന്റെ ത്യാഗനിർഭരമായ മിഷണറി ജീവിതത്തിലൂടെയുള്ള ഒരു യാത്രയാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെയും അദ്ദേഹത്തിൻ്റെ സുവിശേഷ വേലയിലെ ആദ്യകാല അനുഭവങ്ങൾ രോമാഞ്ചത്തോടുകൂടെ കണ്ടിരിക്കുവാനായി നമുക്ക് ഭാഗ്യം ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവിതകഥ ഇവിടെ അവസാനിക്കുന്നില്ല, അത് വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ബഹുമാന്യനായ PG അങ്കിൾ, അങ്ങയുടെ സുവിശേഷ വേലയുടെ ആദ്യകാല പ്രവർത്തനങ്ങൾ പ്രേക്ഷകരെ രോമാഞ്ചം കൊള്ളിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. വടക്കേ ഇന്ത്യയിലെ ഗ്രാമീണരുടെയും ആദിവാസികളുടെയും ജീവിതവുമായി താതാത്മ്യപ്പെട്ടുകൊണ്ട് ക്രിസ്തുവിനെ അറിയിക്കുവാൻ കഴിഞ്ഞ 45 വർഷമായി അങ്ങും പ്രിയ ലില്ലിയാൻ്റെയും കൂട്ടുപ്രവർത്തകരും കാണിക്കുന്ന ക്രിസ്തുവിന് വേണ്ടിയുള്ള ആ ത്യാഗോജ്വലമായ പ്രവർത്തനത്തെ ആദരവോടുകൂടി മാത്രമേ ഞങ്ങൾക്കും കാണുവാൻ കഴിയുകയുള്ളൂ. ഇതുവരെ നാം സംസാരിച്ചു കൊണ്ടിരുന്നത് പർവ്വതങ്ങളിലുള്ളതായ മനുഷ്യരെ കുറിച്ചായിരുന്നു, അവരുടെ ഇടയിലുള്ള പ്രവർത്തനങ്ങളെ കുറിച്ചായിരുന്നു. ഞാൻ അങ്ങയുടെ പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്, അവരുടെ ഭവനത്തിൽ ചെന്ന് ഭക്ഷണത്തിനിരിക്കുന്ന വേളയിൽ വളരെ വൃത്തികെട്ടതായിട്ടുള്ള പല ആഹാര പദാർത്ഥങ്ങളും നമ്മൾ കഴിച്ചില്ല എങ്കിൽ അവർക്കതൊരു അപമാനമായി തോന്നാറുണ്ട്. കേരളത്തിൽ അതുപോലെ തന്നെ മിലിറ്ററി ജീവിതത്തിലും വൃത്തിയുള്ള ഭക്ഷണം കഴിച്ച് ശീലിച്ചതായ അങ്ങേക്ക് അവരുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ അത് മടുപ്പില്ലാതെ, അത് മടിയില്ലാതെ കഴിക്കുവാനായിട്ടുള്ള അതെങ്ങനെയാണ് സാധിച്ചത്? ഞാൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വേദപുസ്തകം ശ്രദ്ധിച്ചു. വേദപുസ്തകത്തിനകത്ത് യേശുക്രിസ്തു എവിടെ ചെന്നോ ആ വീട്ടുകാരോടൊപ്പം താമസിച്ചു. അവൻ സത്രം അന്വേഷിച്ചു പോയില്ല. സ്റ്റാർ ഹോട്ടൽ അന്ന് സത്രമായിരുന്നു, സത്രത്തിൽ പോകാമായിരുന്നു. അവന് പൈസയ്ക്ക് കുറവുണ്ടായിരുന്നില്ല. പക്ഷേ അവൻ ആളുകളോടൊപ്പം താമസിച്ചു. ഞാനും ഒരു തീരുമാനമെടുത്തു, ഞാൻ എവിടെയാണോ പ്രവർത്തിക്കുന്നത് ആ മനുഷ്യരുടെ കൂടെ താമസിക്കും, ഞാൻ ഹോട്ടലിൽ പോകത്തില്ല. ഇന്നും എൻ്റെ സ്വഭാവം അങ്ങനെയാണ്. ഞാൻ എവിടെയെങ്കിലും എൻ്റെ ഒരു സുവിശേഷ വേലക്കാരൻ്റെ ഒക്കെ പോയാൽ പ്രസംഗിച്ചിട്ട് ഹോട്ടലിലേക്ക് മടങ്ങത്തില്ല, ആ സുവിശേഷ വേലക്കാരൻ്റെ കൂടെ താമസിക്കും. ഞാൻ കട്ടറായിൽ ചെന്ന സമയത്ത് പർവ്വതത്തിൽ പോയി. ഒരു അമ്മച്ചി യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. പിന്നെ അപ്പോഴത്തേക്ക് എന്നോട് വലിയ സ്നേഹമായി, ആ രക്ഷയുടെ സന്തോഷം. അടുത്ത പ്രാവശ്യം ഞാൻ അവിടെ ചെന്നപ്പോൾ അമ്മച്ചി എനിക്ക് ഒരു കപ്പ് ചായ ഇട്ടു. നമ്മുടെ തേയിലയൊന്നുമല്ല, അവിടുത്തെ ഒരു തരം വേരാണ്. അത് തിളപ്പിച്ച് കുറച്ച് പാലൂടെ കഴിച്ചു. നല്ല ഒന്നാം തരം നല്ല തണുപ്പാണ്. ചൂട് ചായ കുടിച്ചാൽ ശരീരത്തിന് നല്ല തണുപ്പാണ്. അപ്പോൾ എൻ്റെ കയ്യിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ആ ഗ്ലാസ്സിനകത്ത് ഏതാണ്ട് കറുത്ത് കിടക്കുന്നു. ഞാൻ പറഞ്ഞു, അമ്മച്ചി ഏതാണ്ട് കറുത്ത് കിടക്കുന്നല്ലോ. എന്തുവാ? ഞാൻ പറഞ്ഞു, ആണ്ട് കിടക്കുന്നു. ഓ അതോ, അത് ഞാനും എടുത്ത് കളയാം. അവർ വിരലിട്ട് എടുത്ത് കളയാൻ തുടങ്ങി. ഞാൻ കൈ കയറിച്ച് പിടിച്ചു, കാരണം കൈയെല്ലാം ഇവിടെ ഇങ്ങനെ കറുത്തിരിക്കും. ഞാൻ പറഞ്ഞു, അമ്മച്ചി ഇതെല്ലാം എന്തുവാ? ഓ അത് ഞാൻ ഇന്നലെ വാരിയ ചാണകമല്ലയോ. അപ്പോൾ അവർക്ക് ചാണകം അത്ര മോശമായൊരു സാധനമായിട്ട് തോന്നിയില്ല. ഞാനത് കുടിച്ചു. അതുകൊണ്ട് എന്ത് പറ്റി? കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവരെ സ്നാനപ്പെടുത്താനുള്ള ഭാഗ്യം എൻ്റെ ദൈവം എനിക്ക് തന്നു. ഒറീസയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഹാരം, അന്നത്തെ കാലത്തും ഇന്നത്തെ കാലത്തും ഏറ്റവും പ്രധാനപ്പെട്ട ആഹാരം പഞ്ഞപ്പുല്ല് ഇടിച്ചു വെച്ചിട്ട് 3 ദിവസം കഴിയുമ്പം പുളിക്കും. ഇവിടെ പഴയ പഴങ്കഞ്ഞി വളിക്കുന്നത് പോലെ അതാണ്. കുടിച്ചു. പിന്നെ ഒരു ദിവസം ചമ്മന്തി കൊണ്ടുവച്ചു. നോക്കിയപ്പോഴതിനകത്ത് ഉറുമ്പിൻ്റെ കാലമൊക്കെ കിടക്കുന്നു. അന്നേരമാണ് പറഞ്ഞത്, ഇത് നമ്മുടെ നാട്ടിലെ മാവിലുമൊക്കെ കാണുന്നതായിട്ടുള്ള പച്ചുറുമ്പിൻ്റെ മുട്ടയാണ്. നല്ല ഒന്നാം തരമാണ്. കഴിച്ചു. അതുകൊണ്ട് എന്ത് പറ്റി? എനിക്ക് ആഹാരം തന്നവരെ എല്ലാവരെയും സ്നാനപ്പെടുത്താനുള്ള ഭാഗ്യം കർത്താവ് എനിക്ക് തന്നു. ഞാൻ വേദപുസ്തകത്തിൽ നിന്ന് പഠിച്ച ഒരു കാര്യമാണ്, നാം ആരുടെ ഇടയിൽ പ്രവർത്തിക്കുന്നുവോ അവരെ പോലെ ജീവിക്കാൻ നമുക്ക് സാധ്യമല്ല എങ്കിൽ മിഷണറി ആകരുത്. വീട്ടിൽ ഇരുന്നാട്ടെ, കേരളത്തിൽ ഇരുന്നാട്ടെ, തിരുവല്ലയിലോ എറണാകുളത്തോ ഇരുന്നാൽ മതി. എന്നിട്ട് ഹോട്ടലിൽ പോയി താമസിക്കാം, ഹോട്ടലിൽ നിന്ന് ശാപ്പാട് കഴിക്കാം. ഒരു ഉദാഹരണം പറയാം. ഞാനൊരിക്കലും ഒരു ഗ്രാമത്തിൽ ചെന്നു. എൻ്റെ കൂടെ ഒരു ദുപ്ത എന്ന് പറഞ്ഞൊരു ബ്രദറുണ്ട്. അവിടെ ചെന്നപ്പോൾ അവരുടെ ഏറ്റവും വലിയ മുറി എനിക്ക് താമസിക്കാൻ തന്നു. 5 അടി നീളമേ ഉള്ളതിന്. എനിക്ക് 5 അടി 10 ഇഞ്ചാണ് എൻ്റെ നീളം. അപ്പോൾ ഞാനിങ്ങനെ കാലുമൊക്കെ പൊക്കി ഭിത്തിയിലോട്ട് കയറ്റി വെച്ചിട്ട് ഞാനിങ്ങനെ കിടക്കുകയാണ്. ഒരു ചെറുപ്പക്കാരൻ സ്കൂളിൽ നിന്ന് വന്നിട്ട് ജനലിൽ കൂടെ നോക്കിക്കഴിഞ്ഞപ്പോഴാണ് നല്ല വസ്ത്രം ധരിച്ച, കണ്ടപ്പോഴേ മനസ്സിലായി ഞാൻ താഴ്ന്ന ജാതിക്കാരനല്ല എന്ന്. അവർ താഴ്ന്ന ജാതിക്കാരാണ്.
അവർ ചെന്നിട്ട് അപ്പോഴാണ് വേറൊരാൾ വെള്ളം കൊണ്ടുവരുന്നത്, അവൻ്റെ കസിൻ ബ്രദർ വിഷ്ണു. അപ്പോൾ ചോദിച്ചു ഇവരേതാ? പറഞ്ഞു ഇത് നമ്മുടെ ബന്ധുവിൻ്റെ കൂടെ വന്നതാണ്, ഇവർ സൗത്ത് ഇന്ത്യയിൽ നിന്ന് വന്നതാണ്. എന്നിട്ട് നീ വെള്ളം ഇവിടെ കൊണ്ടു അയാൾക്ക് കുടിക്കാൻ. അയ്യോ അയാൾ നമ്മുടെ വീട്ടിൽ നിന്ന് വെള്ളം കുടിക്കുമോ? നമുക്ക് നോക്കിക്കളയാം. അവരോടൊന്ന് വെള്ളം കൊടുത്ത് തന്നു, ഞാൻ കുടിച്ചു. എനിക്ക് അവരുടെ നോട്ടം കണ്ടപ്പോഴേ മനസ്സിലായി. ഞാൻ പറഞ്ഞു ഒരു ഗ്ലാസ് വെള്ളം കൂടെ തന്നാട്ടെ. ആ ചെറുപ്പക്കാരൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ ചെറുപ്പക്കാരൻ അന്ന് അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, ഈ മനുഷ്യൻ ഏത് ദൈവത്തെപ്പറ്റി പറഞ്ഞാലും ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. അന്ന് ഞാൻ സുവിശേഷം പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം നമുക്കതിനുള്ള കൃപ ദൈവം തരും. ദൈവം നമ്മളെ അയക്കുക മാത്രമല്ല, ദൈവം നമ്മുടെ കൂടെ വരുന്ന ദൈവമാണ്. ദൈവം നമുക്ക് ആവശ്യമായിട്ടുള്ള കൃപ കൂടെ തരുന്ന ദൈവമാണ്. അപ്പോൾ നമുക്ക് വൃത്തികെട്ട ആഹാരമാണോ? കേരളത്തിൽ തന്നെ പണ്ട് സാഹിബ്മാർ വന്ന് താമസിച്ചിട്ടുണ്ട്. ആരൊക്കെയാണോ കപ്പയും കാന്താരിയും കഴിച്ചത് അവരുടെ വേലയ്ക്കകത്തുള്ള ആളുകൾ രക്ഷിക്കപ്പെട്ടു. മിഷൻ കോമ്പൗണ്ടിൽ താമസിച്ചവരുടെ വേലയിലൂടെ അധികം പേർ ആരും രക്ഷിക്കപ്പെട്ടില്ല. അപ്പോൾ ഞാൻ സുവിശേഷ വേലക്കാരുടെയൊക്കെ പറയുകയാണ്, നിങ്ങൾ മിഷണറി ആകുന്നുവോ, എവിടെ പോകുന്നോ അവരോടൊപ്പം താമസിക്കുക, അവരോടൊപ്പം ആഹാരം കഴിക്കുക, അവരെ പോലെ ജീവിക്കുക. അപ്പോൾ അവർ നിങ്ങളെ സ്നേഹിക്കും. നിങ്ങൾ പറയുന്ന സുവിശേഷം അവർക്ക് മനസ്സിലാവും. പർവ്വതങ്ങളിലെ സുവിശേഷ യാത്രയിൽ അങ്ങും കൂടെയുള്ള പ്രവർത്തകരും പോകുന്നതായ സമയത്ത് ഒരു മന്ത്രവാദി മഴു കൊണ്ട് വെട്ടിക്കൊല്ലുവാനായിട്ട് വരുന്ന ഒരു സംഭവം, അത് വളരെ രോമാഞ്ചത്തോടും ഭയത്തോടും കൂടി അല്ലാതെ അത് വായിച്ച് പൂർത്തീകരിക്കുവാൻ കഴിയുകയില്ല. ആ സംഭവത്തിൽ നിന്ന് എങ്ങനെയാണ് അങ്ങ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത്? ഞാൻ ആദ്യത്തെ പ്രാവശ്യം സേർസുണ്ട് എന്ന് പറയുന്ന പർവ്വതത്തിലേക്ക് 3 പർവ്വതം കയറി ഇറങ്ങി അവിടെ ചെന്നു, ആ വല്യമ്മയുടെ വീട്ടിൽ. അടുത്ത പ്രാവശ്യം ഞാൻ അവിടെ ചെല്ലുമ്പോൾ എൻ്റെ കൂടെ ലാലു എന്ന് പറയുന്ന തിരുവല്ലക്കാരൻ ഒരാളുണ്ട്. ആ ലാലു മരിച്ചുപോയി. ലാലുവിൻ്റെ മകൻ വടക്കേന്ത്യയിലുണ്ട്. ആ ലാലുവിൻ്റെ മകൻ ഇപ്പോഴും എന്നെ കാണുമ്പോൾ അവൻ്റെ അപ്പൻ പറഞ്ഞതായിട്ട് പറഞ്ഞിട്ടുണ്ട്. ലാലുവിനൊന്നൊരു 18 വയസ്സേ കാണത്തുള്ളൂ, എനിക്കൊരു 32 വയസ്സ്. അപ്പം ഞാൻ അവിടെ ചെന്നപ്പം പറഞ്ഞ് ഞാനൊന്ന് പോയിട്ട് 1ക്കും 2ക്കും ഒക്കെ ഒന്ന് പോകണം. അപ്പോൾ അവിടെ ഒരു തോടുണ്ട്, പാറക്കെട്ടിനകത്തുള്ള വെള്ളം ഒലിച്ചു വരുന്ന ആറ്റിൽ വീഴുന്നിടത്ത്. ഞങ്ങളവിടെ ചെന്നു. അവിടെ ഇരുന്ന് 1ഉം 2ഉം ഒക്കെ കഴിഞ്ഞ് മുഖമൊക്കെ കഴുകി പാറപ്പുറത്തിരിക്കുകയാണ്. അപ്പം ഞാൻ വേദപുസ്തകം തുറന്ന് വായിക്കുകയാണ്. എൻ്റെ ഒരു പുതിയ നിയമമുണ്ട്. ലാലു അവിടെ ഇരിക്കുകയാണ്. പെട്ടെന്നാണ് ഒരു സന്യാസി അതുവഴി വന്നത്. നല്ല കറുത്ത ഒരു മനുഷ്യൻ, നല്ല മസിലൊക്കെ ഉള്ള ഒരു മനുഷ്യൻ, തലമുടിയൊക്കെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്, മേളിലോട്ട് ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വന്നു കഴിഞ്ഞ് വെച്ചപ്പോൾ അവർ പാൻറ്റും ഷർട്ടും ഇടുന്നവരവിടെ ആരുമില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ നോക്കി വെച്ച് പറഞ്ഞു, നിങ്ങൾ ഈ നാട്ടുകാരല്ലല്ലോ, എവിടെ നിന്ന് വന്നവരാണ്? ഞാൻ പറഞ്ഞു, ഞാൻ കട്ടറ വൈഷ്ണോദേവിയിൽ നിന്ന് വരിക. എൻ്റെ പറഞ്ഞു, നിൻ്റെ സംസാരം കട്ടറക്കാരൻ്റെ അല്ലല്ലോ, നിൻ്റെ സംസാരം സൗത്ത് ഇന്ത്യൻ്റെയാണ്. ഞാൻ പറഞ്ഞു, അതെ ഞങ്ങൾ സൗത്ത് ഇന്ത്യക്കാരാണ്, പക്ഷേ ഇപ്പോൾ ഞങ്ങൾ കട്ടറയിൽ താമസിക്കുന്നു. ഇവിടെ എന്തിനു വന്നതാ? അപ്പോൾ എനിക്ക് മനസ്സിലായി അവിടെ നോട്ടമൊക്കെ കണ്ടപ്പോൾ ആൾ മോശമാണ്. അതുകൊണ്ട് ഞാൻ ഒഴിഞ്ഞു കഴിഞ്ഞ് മറുപടി പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ആളുകൾക്ക് സദാചാരത്തെപ്പറ്റി പറയാൻ വന്നതാണ്. കള്ള് കുടിക്കരുത്, സിഗരറ്റ് വലിക്കരുത്, കള്ളം പറയരുത്, മോഷ്ടിക്കരുത്. ഇങ്ങനെയൊക്കെ ചെയ്താൽ ഈശ്വരൻ കോപിക്കും. അയാൾ എന്നേക്കാൾ ക്ലവറായിരുന്നു. അയാൾ ചോദിച്ചു, നീ ഏത് തരം പുസ്തകമാണ് ഉപയോഗിക്കുന്നത്? കള്ളം പറയാനൊക്കെ? ഞാൻ പറഞ്ഞു, ബൈബിളാണ്. അയാളുടെ കയ്യിൽ ഒരു മഴു ഉണ്ടായിരുന്നു. ആ മഴു ഇങ്ങോട്ട് വെച്ച് പറഞ്ഞു, നിന്നെ നിങ്ങൾ സൗത്ത് ഇന്ത്യയിലുള്ളവരെ എല്ലാം ക്രിസ്ത്യാനികളാക്കി, ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ വന്നത് മാത്രമല്ലാണ്ട് ഈ പർവ്വതത്തിൽ വന്നിരിക്കുന്നു. നിന്നെ വെട്ടി താഴോട്ടെറിഞ്ഞാൽ ഒരു 20,000 അടി താഴ്ചയുണ്ട് താഴോട്ട്. ആരും അറിയത്തില്ല. ഇവിടെ പോലീസൊന്നുമില്ല. നിൻ്റെ ശരീരം നാളെ തന്നെ ആരെങ്കിലും പട്ടിയോ പൂച്ചയോ വന്യമൃഗങ്ങളോ തിന്നും എന്ന് പറഞ്ഞ് അടുത്ത് വന്നു. ലാലു പേടിച്ചു പോയി. ലാലു എൻ്റെ പുറകിൽ വന്നിട്ട് പറഞ്ഞു, ബ്രദറെ അവൻ കൊല്ലുമല്ലോ. എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും സമയം കിട്ടിയില്ല കേട്ടോ. അപ്പോഴത്തേക്ക് അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ എവിടുന്നാണെന്ന് അറിയാൻ വയ്യ, വേറൊരു നല്ല വെളുത്ത ഒരു മനുഷ്യൻ, ഒത്തിരി വെളുത്തല്ല, സാധാരണ നമ്മുടെ മലയാളികളുടെ നല്ല വെളുത്തുള്ള ഒരു മനുഷ്യൻ, നല്ല മസിലുള്ള ഒരു മനുഷ്യൻ ഇങ്ങോട്ട് വന്നിട്ട് ഈ മനുഷ്യനെ അങ്ങ് ഉറുപ്പടങ്കം അങ്ങ് കയറി പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, അവർ നല്ല മനുഷ്യരല്ലയോ, അവരെ വിട്ടേരെ, നമുക്ക് പോക്കാമെന്നുണ്ട്. ആ മനുഷ്യനെ പിടിച്ചു വലിച്ചുകൊണ്ട് അങ്ങ് പോയി. ലാലു വിറയ്ക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഭയമുണ്ടായോ എനിക്ക് ഓർമ്മയില്ല. ഞങ്ങളെന്തായാലും അവിടെ നിൽക്കുന്നത് ശരിയല്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ തിരികെ വന്നു. ഞാൻ താമസിക്കുന്ന വീട്ടിൽ വന്നിട്ട് ആ വല്യമ്മച്ചിയുടെ ഭർത്താവ്, വല്യമ്മച്ചിയുടെ മകൻ, മരുമകൾ, ഞാൻ അവരുടെ വിവരം പറഞ്ഞു. അവർ ആലോചിച്ചിട്ട് പറഞ്ഞു, ഇവിടെ 9 വീടാണുള്ളത്. ഈ 9 വീട്ടിൽ ഇങ്ങനെ പറയുന്ന ഒരു ചെറുപ്പക്കാരനില്ല. രണ്ടാമത്തെ കാര്യം, ഇവർ നല്ല മനുഷ്യരാണെന്ന് പറയാൻ അയാൾക്ക് അങ്ങനെ അറിയാമായിരുന്നു? ഞങ്ങളെ അറിയത്തില്ല. അപ്പോൾ ചിലപ്പം ദൈവം തൻ്റെ ദൂതനെ അയച്ച് ഞങ്ങളെ രക്ഷിച്ചതായിരിക്കാം.
അതാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ദൈവം നമുക്കൊരു ശുശ്രൂഷ തന്നിട്ടുണ്ടെങ്കിൽ അതിന് മധ്യത്തിൽ ആർക്കും നമ്മളെ കൊല്ലാൻ സാധ്യമല്ല. അവൻ നമ്മളെ അയക്കുക മാത്രമല്ല, അവൻ നമ്മുടെ കൂടെ വരുന്നവനാണ്. നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരം എന്നൊരു വാക്യം റോമാലേഖനത്തിലുണ്ട്. ഞാൻ ഓർത്തഡോക്സ് വൈദ്യ സെമിനാരിയിൽ പഠിക്കുമ്പോൾ ഗിയോറീസ് മാർ ഒസ്താത്തിയോസ് മെത്രാപ്പോലീത്ത അതിനെക്കുറിച്ച് മനോഹരമായ ഒരു വ്യാഖ്യാനം തന്നത് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. അദ്ദേഹം ഞങ്ങളോട് ചോദിച്ചു, എങ്ങനെയാണ് നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ മനോഹരമായിരിക്കുന്നത്? പലരും പല ഉത്തരങ്ങൾ പറഞ്ഞു. എന്നാൽ ബിഷപ്പ് പറഞ്ഞത്, പർവ്വതങ്ങളിലും കല്ലിൻ്റെ പുറത്തും അതുപോലെ കൂർത്തുമൂർത്തതായ മുള്ളുകളും എല്ലാം ചവിട്ടി ചെരുപ്പ് പോലും ഉപയോഗിക്കാതെ കർത്താവിന് വേണ്ടി പർവ്വതങ്ങളിലൂടെ സുവിശേഷം അറിയിക്കുന്നവരുടെ കാല് മുറിഞ്ഞ് ചോര വന്ന് അങ്ങനെ ആ ഭാഗം ചോര കൊണ്ട് വൃത്തിയാകുന്നതാണ്. അദ്ദേഹം നൽകിയൊരു വ്യാഖ്യാനം അതാണ്. ഇന്നും പർവ്വതങ്ങളിൽ യേശുവിനെ കുറിച്ച് അറിയാത്ത ധാരാളം ആൾക്കാരുണ്ട്. ഇന്നത്തെ 5 സ്റ്റാർ ഇവാഞ്ചലിസം കൊണ്ട് ഇതുപോലെയുള്ള ഗ്രാമീണരായ നിരക്ഷര കുഷികളായ ആൾക്കാരെ ക്രിസ്തുവിന് വേണ്ടി നേടുവാൻ കഴിയുമെന്ന് PG അങ്കിൾ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മക്കളെയെല്ലാം സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നത്. ലില്ലി ഗർഭിണിയായി കഴിഞ്ഞപ്പോൾ ഓരോ ഗർഭത്തിലും ഞാൻ ലില്ലിയുടെ വയറ്റിനകത്ത് കൈവച്ച് പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവ് ഇതാണായാലും പെണ്ണായാലും നിൻ്റെ വയലായിരിക്കണം, നിൻ്റെ വേലക്കാരനായിരിക്കണം, നിൻ്റെ വേലക്കാരിയായിരിക്കണം. മാത്രമല്ല, ഇന്ത്യയിലെ സുവിശേഷം കേട്ടിട്ടില്ലാത്തവരുടെ ഇടയിൽ കർത്താവിൻ്റെ വേല ചെയ്യണം. ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു. എൻ്റെ മക്കളെല്ലാം കർത്താവിൻ്റെ കൂടെ നടക്കുന്നു, പലരും സുവിശേഷം പ്രസംഗിക്കുന്നു. ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു. കേരളത്തിലെ മർത്തോമ സഭ, കേരളത്തിലെ യാക്കോബ സഭ, കേരളത്തിലെ ഓർത്തഡോക്സ് സഭ, കേരളത്തിലെ പെന്തിക്കോസ് സഭാ വിഭാഗങ്ങൾ, നമ്മളെല്ലാവരും കൂടി നമ്മുടെ മൊത്തം ബൈബിൾ സ്കൂൾ ഗ്രാജുവേറ്റ്സിൻ്റെ 10-1 പേരെ യേശുവിനെ പറ്റി അറിയാത്തവരുടെ ഇടയിലേക്ക് അയക്കാമെങ്കിൽ 10 വർഷം കൊണ്ട് നമുക്ക് ഭാരതം സുവിശേഷീകരിക്കുവാൻ കഴിയും. പക്ഷേ പോകാൻ ആളുകൾ തയ്യാറായിരിക്കണം, അയക്കാൻ തയ്യാറായിരിക്കണം. പോയാൽ സഭകൾ സ്ഥാപിക്കപ്പെടും, എവിടെയും സ്ഥാപിക്കപ്പെടും. യേശു പറഞ്ഞു പോകുക. കർത്താവ് പോകാൻ പറഞ്ഞെങ്കിൽ പോകാൻ കഴിയും. കർത്താവ് പറയുകയാണ് സ്നാനപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നാനപ്പെടുത്താൻ ആളുകൾ ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ പോകാൻ തയ്യാറാകുന്നില്ല. നമ്മുടെ നേതാക്കന്മാരെല്ലാം മക്കളെയെല്ലാം വിദേശത്ത് അയക്കുക. പിന്നെ ആരാ പോകുന്നത്? നമ്മൾ പോകണം. ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല. പക്ഷെ നമ്മൾ അയച്ചത് പോരാ, കുറച്ചുകൂടെ അയക്കണം. നമ്മുടെ മക്കളെ അയക്കണം. ഞാനിങ്ങനെ പറയാറുണ്ട്, എൻ്റെ മോനെ അയക്കാതെ വേറൊരാളിനെ അയക്കാൻ എനിക്ക് അവകാശമില്ല. ഞാനിങ്ങനെ പറയാറുണ്ട്, എൻ്റെ മൂത്ത പൈതൽ പോയിട്ട് നാളെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് അവൻ രക്തസാക്ഷിയായി കഴിഞ്ഞാൽ ഞാൻ 2ാമത്തെ പൈതലിനെ അയക്കും. വാചമടിക്കുകയല്ല, ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് പറയുകയാണ്. എൻ്റെ 2ാമത്തെ പൈതലും രക്തസാക്ഷിയായാൽ ഞാൻ 3ാമത്തെ പൈതലിനെ അയക്കും. ആ പൈതലും രക്തസാക്ഷിയായാൽ ഞാൻ 4ാമത്തെ പൈതലിനെ അയക്കും. 4ാമത്തെ പൈതലും രക്തസാക്ഷിയായാൽ എൻ്റെ 5ാമത്തെ പൈതലിനെ അയക്കും. 5ാമത്തെ പൈതലിന് രക്തസാക്ഷിയായാൽ ഞാൻ നിങ്ങളുടെയൊക്കെ പറയും, എനിക്കിനി മക്കളില്ല, നിങ്ങളുടെ ഒരു പൈതലിനെ അയക്കുമോ? നമുക്ക് അയക്കാം. ഭാരതം ദൈവശബ്ദം കേൾക്കട്ടെ. സാധു സുന്ദർ സിംഗിന്റെ ജീവചരിത്രത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, രാജകൊട്ടാരത്തിലും കുടിലിലും ഒരേ മനോഭാവത്തോടുകൂടെ കഴിയുവാനായി എനിക്ക് സാധിക്കുന്നുണ്ട്. ഞാൻ അനേക സുവിശേഷകന്മാരെ വ്യക്തിപരമായി പരിചയമുള്ളയാളാണ്. രാജകൊട്ടാരത്തിൽ കഴിയുന്ന അല്ലെങ്കിൽ കഴിയുവാൻ താല്പര്യമുള്ള അനേക സുവിശേഷകരെ എനിക്കറിയാം. എന്നാൽ കുടിലിലും അതേ മനോഭാവത്തോടുകൂടെ കഴിയുവാൻ അവരിൽ പലർക്കും സാധിക്കുന്നില്ല. ഇന്ന് അങ്ങേക്ക് വേണമെങ്കിൽ രാജകൊട്ടാരത്തിൽ കഴിയുന്ന അനുഭവത്തിൽ വേണമെങ്കിൽ മുന്നോട്ട് പോകാം. പക്ഷേ 45 വർഷം മുമ്പ് ഇറങ്ങിയ കാലത്തുണ്ടായിരുന്ന അതേ മനോഭാവത്തിന് അല്പം പോലും മാറ്റം വരാതെ ഒരു പൗലൂസിനെ പോലെ ഇന്നും സുവിശേഷ വേലയിൽ നന്മയും തിന്മയും എല്ലാം ഒരേ മനസ്സോടുകൂടെ സ്വീകരിച്ച് മുന്നോട്ട് പോകുവാൻ താങ്കളെ പ്രേരിപ്പിക്കുന്ന ആ പ്രധാനപ്പെട്ട ഘടകമെന്താണ്? എൻ്റെ യേശു അതാണ് ചെയ്തത്. കുരിശ് കണ്ടപ്പോൾ അവൻ തിരിഞ്ഞു നടന്നില്ല, ദൈവദൂതന്മാരെ വിളിച്ചില്ല, അവൻ പിതാവ് ഏൽപ്പിച്ചിരുന്ന ക്രൂശെടുത്തു. അതുപോലെ ദൈവം എനിക്ക് തന്നിരിക്കുന്ന വേലയാണ് സുവിശേഷം കേട്ടിട്ടില്ലാത്ത ഇടയിൽ പോയിട്ട് പ്രവർത്തിക്കുക. ദൈവം അതിനുള്ള കൃപ എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ ഈ കുപ്പിക്കകത്ത് കിട്ടുന്ന വെള്ളം വാങ്ങിച്ച് കുടിക്കാറില്ല. ആരെങ്കിലും വാങ്ങിച്ചു തന്നാൽ കുടിക്കും, അല്ലെങ്കിൽ ഞാൻ കാശ് കൊടുത്ത് വാങ്ങിക്കാറില്ല. ഞാൻ ഒരു ഒഴിഞ്ഞ കുപ്പിയുമായിട്ടാണ് റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നത്. ഞാൻ അവിടുത്തെ വെള്ളം കോരി കുടിക്കും. ദൈവം എനിക്ക് അസുഖം ഉണ്ടാകാത്ത ഒരു ശരീരം തന്നിരിക്കുന്നു. എനിക്ക് എവിടെയും കിടന്നുറങ്ങാം. വെറും സിമെൻറ്റ് തറയിൽ റോഡിൻ്റെ സൈഡിൽ കിടന്നുറങ്ങാം. കൊതുകടിക്കാതിരുന്നാൽ മതി, എനിക്ക് കിടന്നുറങ്ങുവാൻ കഴിയും. അതുകൊണ്ട് ദൈവം, എന്നാൽ ഇത് നിലനിൽക്കാനൊരു കാരണമുണ്ട്.
ഞാൻ എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ കൂടെ ഞാൻ റിന്യൂ ചെയ്യുന്നു, പുതുക്കിയെടുക്കുന്നു. ഞാൻ എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ എൻ്റെ വേദപുസ്തകത്തിൻ്റെ അവസാനത്തെ പേജിൽ എഴുതിയിട്ടുണ്ടാകും. അത് ഞാൻ കൂടെ വായിക്കുകയും പണ്ടെടുത്ത തീരുമാനം ഞാൻ റിന്യൂ ചെയ്യുകയും ചെയ്യുന്നു. ഞാൻ കടം വാങ്ങിക്കത്തില്ല. ഞാൻ എടുത്തിട്ടുള്ള വേറൊരു കടം വാങ്ങിക്കത്തില്ല, ഒരിക്കലും. ഇന്ന് വരെ കടം വാങ്ങിച്ചിട്ടില്ല. കെട്ടിടം പണിയുമ്പോൾ ഇഷ്ടിക തീർന്നു പോകുമ്പോൾ ഞാൻ കടം വാങ്ങിച്ചിട്ടില്ല. സിമെൻറ്റ് തീർന്നു പോകുമ്പോൾ വാങ്ങിച്ചിട്ടില്ല. എൻ്റെ കുഞ്ഞ് ബോധമില്ലാതെ വിശപ്പ് കാരണം ബോധം കെട്ട് വീണപ്പോഴും ഞാൻ കടയിൽ പോയിട്ട് പാല് കടം വാങ്ങിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഞാൻ ആദ്യം എടുത്തൊരു തീരുമാനമാണ്, ഞാൻ ഒരു ഐ വിൽ നോട്ട് ബി എൻ എക്സ്പെൻസീവ് ചൈൽഡ് ഫോർ യു. ദൈവമേ, ഞാനൊരു നിനക്ക് ഒരു എക്സ്പെൻസീവായിട്ടുള്ള, ഒരു ധാരാളിയായിട്ടുള്ള, ഒരു പണം ചെലവാക്കുന്ന ഒരു പൈതലായിരിക്കത്തില്ല. അപ്പോൾ പണ്ടെടുത്തിട്ടുള്ള തീരുമാനങ്ങൾ നാം പുതുക്കാമെങ്കിൽ ആദ്യത്തെ ആ നിലവാരത്തിൽ തന്നെ നമുക്ക് കഴിയുവാൻ സാധിക്കും. ഞാൻ 2005 മുതൽ അങ്ങയുടെ പല പ്രസിദ്ധീകരണങ്ങളിലും എഡിറ്ററായി പ്രവർത്തിക്കുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു വ്യക്തിയാണങ്ങ്. ഇതൊരു മുഖസ്തുതി കൊണ്ട് പറയുന്നതല്ല, കാരണം ഞാനൊരു സെക്യുലർ പത്രപ്രവർത്തകൻ കൂടിയാണ്. എന്നെ അത്ഭുതപ്പെടുത്തിയ അങ്ങയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്ന എഴുതുവാനായിട്ടുള്ള ഒരു താലന്താണ്, കഴിവാണ്. എത്ര വായിച്ചാലും ഒരു ബോറടി തോന്നാത്ത വണ്ണം ഇത്രമാത്രം റീഡബിലിറ്റി ഉള്ള ഒരു റൈറ്റർ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഒരു സെക്യുലർ ഫീൽഡിലായിരുന്നു അങ്ങ് പ്രവർത്തിച്ചിരുന്നതെങ്കിൽ ഒരുപക്ഷെ ഇന്നത്തേക്കാൾ വലിയ സാഹിത്യത്തിൻ്റെ ഉന്നതങ്ങൾ എത്തുവാൻ അങ്ങേക്ക് കഴിയുമായിരുന്നു. അങ്ങനെ വളരെ മനോഹരമായി എഴുതുവാനായിട്ടുള്ള അങ്ങയുടെ ഈ കഴിവ്, ഇത് ജന്മസിദ്ധമായി പാരമ്പര്യമായി ലഭിച്ച ഒന്നാണ്. എൻ്റെ കുടുംബത്തിൽ, അപ്പൻ്റെ കുടുംബത്തിലോ അമ്മയുടെ കുടുംബത്തിലോ ആരും പ്രസംഗികരില്ല, രാഷ്ട്രീയത്തിലും ഇല്ല. എൻ്റെ അമ്മയുടെയോ അപ്പൻ്റെയോ കുടുംബത്തിൽ ആരും എഴുത്തുകാരില്ല. ഒരു ലേഖനമെങ്കിലും എഴുതിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഞാനും എഴുത്തുകാരനൊന്നും അല്ലായിരുന്നു, വായിക്കുമായിരുന്നു. എൻ്റെ അമ്മച്ചി ഒത്തിരി വായിക്കുമായിരുന്നു. എൻ്റെ അമ്മച്ചിക്ക് പഠിത്തമുള്ള ഒരു സ്ത്രീയായിരുന്നു. അമ്മച്ചി വായിക്കുമായിരുന്നു, ഞാനും വായിക്കുമായിരുന്നു. പക്ഷേ എഴുതാനുള്ള കഴിവ് എനിക്കില്ലായിരുന്നു. പിന്നെ ഞാൻ കേരളം 61 നാടുവിട്ടു, പോയി പട്ടാളത്തിൽ താമസിച്ചു. പിന്നെ 10.5 വർഷം സുവിശേഷ വേലയിലായി. അപ്പോൾ ഒരു ദിവസം ഞാൻ മലേഷ്യയിലായിരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു മീറ്റിംഗ് ക്യാൻസലായി. ഞാൻ അന്യഭാഷ പറഞ്ഞപ്പോൾ വേറൊരാൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം എൻ്റെ മീറ്റിംഗ് ക്യാൻസൽ ചെയ്തു. ഞാനൊരു റബ്ബർ തോട്ടത്തിൽ ഒറ്റയ്ക്ക് താമസിക്കാൻ ദൈവത്തിൻ്റെ ഒക്കെ ചോദിച്ചു, ദൈവം നീ എന്നെ ഇവിടെ എന്തിനാണ് കൊണ്ടുവന്നേ? ഇവിടെ ഞാൻ ഏകനാണ്, എൻ്റെ വായിക്കാൻ ഒരു പുസ്തകം പോലും ഇല്ല. അപ്പോൾ ഉച്ച കഴിയുമ്പോൾ ഞാൻ കിടന്നുറങ്ങി. ഞാൻ പകൽ ഉറങ്ങാൻ ഇഷ്ടപ്പെടാത്ത മനുഷ്യനാണ്. ഞാൻ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു ശബ്ദം കേട്ടു, മനുഷ്യപുത്ര എഴുതുക. ഞാൻ നോക്കി, ആരാ സംസാരിക്കുന്നത്? ആരുമില്ല. പിന്നെയും കിടന്നുറങ്ങി. പിന്നെയും ഞാൻ കേട്ടു, മനുഷ്യപുത്ര എഴുതുക. ഞാൻ പിന്നെയും നോക്കി, എഴുന്നേറ്റ് അവിടെ ഇരുന്നു. എൻ്റെ മേശപ്പുറത്ത്, ഒരു കൊച്ചു മേശയാണ്, ആ മേശപ്പുറത്ത് എൻ്റെ ബൈബിൾ തുറന്നു വെച്ചിരിക്കുകയാണ്, ഇംഗ്ലീഷ് ബൈബിൾ. ഞാനത് നോക്കി. നമ്മളാരും അധികം വായിക്കാത്ത ഒരു പുസ്തകം, എസെക്കിയേലിൻ്റെ പുസ്തകം അവിടെ തുറന്നിരിക്കുക. അധികം വായിക്കാത്ത ഒരു പുസ്തകമാണ് നമ്മളാരും. ഞാൻ നോക്കിയപ്പോഴാണ് അവിടെ എഴുതിയിരിക്കുന്നു, സൺ ഓഫ് മാൻ റൈറ്റ്, മനുഷ്യപുത്ര എഴുതുക. അപ്പോൾ എനിക്ക് തോന്നി ദൈവം പറയുകയാണ്. പക്ഷേ എന്തുവാ എഴുതുന്നേ? എഴുതാൻ കഴിവില്ല. മലയാള ഭാഷ വിട്ടിട്ട് ഏകദേശം 20-ലധികം വർഷമായി. ഒരു നിവൃത്തിയില്ല, എനിക്ക് എഴുതാൻ അറിയത്തില്ല. പക്ഷേ ദൈവം പറഞ്ഞു എന്ന് വിചാരിച്ചുകൊണ്ട് അവിടെ ഒരു ഹൈസ്കൂളിൽ പഠിക്കുന്നൊരു കൊച്ചനുണ്ടായിരുന്നു. എൻ്റെ കടലാസ് പോലും ഇല്ല. ഞാൻ പറഞ്ഞു, മോനെ കുറച്ച് കടലാസ് തരാം. അവനൊരു 3-4 കടലാസ് തന്നു. എഴുതി തുടങ്ങി. പിന്നെയും 3-4 കടലാസ് വാങ്ങിച്ചു. അതുകൂടെ എഴുതി. പിന്നെയും കടലാസ് വാങ്ങിച്ചു. എഴുതി. പിന്നെയും കടലാസ്. അങ്ങനെയാണ് അത്ഭുതങ്ങളുടെ താക്കോൽ എന്ന് പറയുന്ന പുസ്തകം പുറത്തു വന്നത്. 1 കോടി കോപ്പിയാണ് അത് പല ഭാഷകളിലായിട്ട് പുറത്തു വന്നിട്ടുള്ളത്. അത് ഞാൻ പറയത്തില്ല, ഞാൻ എഴുതിയത്. എൻ്റെ ഏലിയാവിൻ്റെ പുസ്തകം, ഗുരുപാദങ്ങളിലൊരു വേദപഠനം. ഇനി അടുത്തൊരു പുസ്തകം ഇറങ്ങുന്നുണ്ട്, രൂത്ത്. അസാധാരണമായൊരു പുസ്തകമാണ്, 265 പേജിൽ. അസാധാരണമായൊരു പുസ്തകം. ഇതെങ്ങനെ ലഭിച്ചു? മനുഷ്യപുത്ര എഴുതുക എന്ന് പറഞ്ഞവൻ അവൻ ഭാഷ തന്നു, ആശയം തന്നു. ഇത് രണ്ടും പുസ്തകങ്ങളാക്കിയതിനാൽ ജനങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു. അപ്പോൾ ദൈവത്തോട് ചോദിച്ച് വാങ്ങിക്കുകയാണ് ഞാൻ പാട്ട് എഴുതാൻ ദൈവത്തിൻ്റെ ഒക്കെ ചോദിച്ചിട്ടുണ്ട്. കാരണം എനിക്കൊരാഗ്രഹമുണ്ട്, ഒരു പാട്ടെങ്കിലും എഴുതിയാൽ കൊള്ളാം. ഞാൻ ഇന്ന് വരെ ഒരു പാട്ടിൻ്റെ ഒരടി പോലും എഴുതിയിട്ടില്ല. പക്ഷേ എന്നെക്കൊണ്ട് ചെയ്യാനൊക്കാത്തതിനെപ്പറ്റി ഞാൻ വറി ചെയ്യുന്നതിന് പകരം എന്നെക്കൊണ്ട് ചെയ്യാൻ ഒക്കുന്നത് ദൈവം എനിക്ക് തന്നിരിക്കുന്ന, ട്രാക്ട് കൊടുക്കാനൊക്കും, പ്രസംഗിക്കാനൊക്കും, പിന്നെ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയും. അപ്പം നമുക്ക് ഓരോരുത്തർക്കും ദൈവം ഓരോ കഴിവുകൾ തന്നിട്ടുണ്ട്. ആ കഴിവുകൾ ഉപയോഗിച്ചാൽ ദൈവം അതിനെ പിന്നെയും പോളിഷ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് കൂടുതൽ അനുഗ്രഹിക്കും.
കട്രയിലെ സുവിശേഷ പ്രവർത്തനത്തിൽ അങ്ങ് പരിചയപ്പെടുത്തുന്ന ഒരു അത്ഭുത മനുഷ്യനുണ്ട്. അദ്ദേഹം ഒരു വളരെ സൗമ്യനാണ്, ശാന്തനാണ്. അദ്ദേഹത്തിൻ്റെ പേര് ശങ്ക്രു എബ്രഹാം. എന്നെ വളരെയധികം, ഞാൻ അദ്ദേഹത്തെ പലപ്പോഴും ഭാവനയിൽ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ രൂപമൊന്നും എനിക്ക് അറിഞ്ഞുകൂടെങ്കിലും അങ്ങയുടെ ആ വാക്കുകളിലൂടെ ശങ്ക്രു എബ്രഹാമിനെ സങ്കല്പിക്കാൻ ഞാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. നമുക്കൊക്കെയും അനുകരിക്കാവുന്ന ഒരു വ്യക്തിത്വം, ഒരു ആത്മീയ, ഒരു ഭക്തി നിറഞ്ഞ ജീവിതം അദ്ദേഹം നയിച്ചിരുന്നതായി ആ പുസ്തകത്തിലൂടെ എനിക്ക് അറിയുവാൻ കഴിഞ്ഞു. ശങ്ക്രു എബ്രഹാമിനെ വായനക്കാർക്ക് വേണ്ടി ചെറുതായി ഒന്ന് പരിചയപ്പെടുത്താം. പർവ്വതത്തിൽ ജനിച്ചു. ദൈവം എന്നൊരു വാക്ക് കേട്ടിട്ടില്ലാത്ത, ഈശ്വരൻ എന്ന് കേട്ടിട്ടുണ്ട്, ശക്തി, പക്ഷെ ദൈവം എന്നൊരു വാക്ക് കേട്ടിട്ടില്ലാത്ത ഒരു മനുഷ്യൻ. അവൻ്റെ അപ്പൻ ഒരു ദിവസം അവൻ്റെയൊക്കെ പറഞ്ഞു, 10-13 വയസ്സുള്ളപ്പോൾ പറഞ്ഞു, മോനെ ഈശ്വരനെ പിണക്കരുത്. ആരാ ഈശ്വരൻ? ആ ചെറുപ്പക്കാരൻ തീരുമാനിച്ചു ഈശ്വരനെ കണ്ടുപിടിക്കണം. അവനവിടെ നിന്ന് ഇറങ്ങി അടുത്ത ഗ്രാമത്തിൽ പോയി. അടുത്ത ഗ്രാമത്തിൽ ചോദിച്ചു, എല്ലാവരോടും ചോദിച്ചു, ഈശ്വരനെ അറിയാമോ? ആർക്കും അറിയത്തില്ല. അവസാനം കട്ടട വൈഷ്ണുദേവി എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നപ്പോൾ ആളുകൾ തീർത്ഥാടകരായിട്ട് ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. അമ്മേ ജയ്, അമ്മേ ജയ്, അമ്മേ ജയ് എന്ന് പറഞ്ഞുകൊണ്ട്. അവൻ വിചാരിച്ചു, ആരും എന്താ ഈശ്വരനെ ജയ് പറയാത്തത്? അവനൊരു മരത്തിൻ്റെ ചുവട്ടിൽ ചെന്നു. അപ്പോഴത്തേക്ക് 19 വയസ്സായി. അവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു, ഈശ്വര, ആരും നിനക്കൊരു സ്തുതി പറയുന്നില്ലല്ലോ. പെട്ടെന്ന് ശങ്ക്രു എന്ന് പറയുന്ന മനുഷ്യൻ ഒരു ശബ്ദം കേട്ടു, ഒരു അശരീരി ശബ്ദം കേട്ടു. നീ പത്രോസാണ്. അയാൾ അന്വേഷിക്കാൻ തുടങ്ങി, ആരാണ് പത്രോസ്? ആർക്കും അറിയത്തില്ല. അയാൾ അന്വേഷിച്ച് ജമ്മുവിൽ വന്നു. അവിടെ വന്നൊരു തയ്യക്കടയിൽ വന്ന് വെച്ച് ചോദിച്ചു, പത്രോസ് ആരാണെന്നറിയാമോ? അന്നേരം ആരാണ്ട് പറഞ്ഞു, ആ തയ്യക്കാരൻ പറഞ്ഞു, ഇവിടെ ക്രിസ്ത്യൻസിൻ്റെ ഒരു കോളനി ഉണ്ട്, അവിടെ പോയി ചോദിച്ചാൽ ചിലപ്പോൾ പത്രോസ് എന്നുള്ള പേരുള്ള ആളുകൾ അവിടെയുണ്ട്. അദ്ദേഹം അവിടെ ചെന്നപ്പോൾ ആരാണ്ടൊരു മർക്കോസിൻ്റെ സുവിശേഷം എടുത്ത് കൈ കൊടുത്തു. പട്ടിയുടെ പൊതിക്കാത്ത തേങ്ങ കിട്ടിയതുപോലെയായി. പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല, വായന കണ്ടിട്ടില്ല, പുസ്തകം കണ്ടിട്ടില്ലാത്തവൻ ഈ പുസ്തകം എന്തെടുക്കും? അയാൾ അതും കൊണ്ട് ഇത് പഠിപ്പിക്കാൻ കഴിയുന്ന ഒരാളിനെ അന്വേഷിച്ച് ചെന്നപ്പോൾ ഉദംപൂരിലുള്ള പാർക്കർ എന്ന് പറയുന്ന ഒരു സായിപ്പിനെ കണ്ടുപിടിച്ചു. ആ സായിപ്പ് രക്ഷയെപ്പറ്റി പറഞ്ഞു. ആ മനുഷ്യൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ജോലി കിട്ടി. സായിപ്പിന് പങ്ക വലിക്കുന്നത്, നിങ്ങൾക്ക് ആർക്കും അത് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പഴയ കാലത്ത് വലിക്കുന്ന ഒരു ഫാനുണ്ട്. അത് വലിക്കുമ്പോൾ മേളിൽ ഇങ്ങനെ ഫാൻ ഇങ്ങനെ ആടുന്നു. അത് വലിക്കുന്ന ജോലി, 80 രൂപ ശമ്പളം, നല്ല ജോലി. വെറുതെ ഇരുന്നാൽ മതി, വലിച്ചുകൊണ്ടിരുന്നാൽ മതി, അയാളുള്ളപ്പം മാത്രം വലിച്ചാൽ മതി. പക്ഷെ ഒരു ദിവസം അദ്ദേഹത്തിന് തോന്നി, എൻ്റെ സഹോദരന്മാർ യേശുവിനെ പറ്റി കേട്ടിട്ടുണ്ടല്ലോ, പർവ്വതവാസികൾ മൃഗങ്ങളെപ്പോലെ താമസിക്കുകയാണ്. അദ്ദേഹം ആ 80 രൂപയുടെ, അന്നത്തെ കാലത്ത് 80 രൂപയുടെ ജോലി വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് അദ്ദേഹം സുവിശേഷ വേലക്കാരനായിട്ട് ജീവിതകാലം മുഴുവൻ ജീവിച്ചു. വിവാഹം കഴിക്കുവാൻ മനഃപൂർവ്വം മറന്നുപോയി. അസാധാരണ മനുഷ്യൻ, കള്ളം പറയാത്ത മനുഷ്യൻ, പൈസ ആരോടും ചോദിക്കാത്ത മനുഷ്യൻ, ഏറ്റവും നല്ല മനുഷ്യൻ. അദ്ദേഹത്തെ ആദരിക്കാൻ, അദ്ദേഹത്തെ ഫോളോ ചെയ്യുവാൻ പല നല്ല ഗുണങ്ങളും ഞങ്ങൾ അദ്ദേഹത്തിൽ കണ്ടിട്ടുണ്ട്. പർവ്വതവാസികളായ ചില വിശ്വാസികൾ അവർക്ക് ഭക്ഷിക്കുവാൻ വേണ്ടി പാറയുടെ പുറത്ത് ദൈവം ചപ്പാത്തി കൊണ്ട് വെച്ചതായ സംഭവം, അതുപോലെ തന്നെ കുളിക്കുവാനായി എണ്ണ ഇല്ലാത്ത സമയത്ത് അവരുടെ തലയിലും മുഖത്തും പുരട്ടുവാൻ മാത്രമുള്ള അത്രയും തുള്ളി എണ്ണ ലഭിച്ചത്, അതുപോലെ തന്നെ സോപ്പില്ലാത്ത വ്യക്തിക്ക് കാക്ക സോപ്പ് കൊടുത്തത്, ഇങ്ങനെയുള്ള ചില നമ്മുടെ അറേബ്യൻ കഥകളിലുള്ളതായ അതുപോലെയുള്ളതായ ചില മാന്ത്രിക സംഭവങ്ങൾ ഇന്നും ജീവിക്കുന്ന ക്രിസ്തു തൻ്റെ ഭക്തരെ സ്നേഹിക്കുന്നുവെന്ന് തെളിയിക്കുന്ന സംഭവങ്ങൾ അനേകരുടെ അനുഭവത്തിലൂടെ അങ്ങ് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അത് നമ്മുടെ പ്രേക്ഷകരുടെ വിശ്വാസ വർധനവിന് വേണ്ടി അതൊന്ന് ദയവായി ഒന്ന് പറയാമോ? ഞാൻ പട്ടാളത്തിലായിരിക്കുന്ന സമയത്ത് എന്നെ രോമാഞ്ചം കൊള്ളിച്ചൊരു വാക്യമാണ്, യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. എനിക്ക് മനസ്സിലായി, യേശുക്രിസ്തു ഇന്നലെ ചെയ്തത് ഇന്നും ചെയ്യും. തോമസ് ശ്ലീഹ ഇന്ത്യയിൽ വന്നപ്പോൾ ഒരു മിഷനും സപ്പോർട്ട് ചെയ്യാനില്ലായിരുന്നു. ഞാൻ വിശ്വസിച്ചു, ഞാനും സുവിശേഷ വേലയ്ക്ക് പോകുമ്പോൾ ഒരു മിഷനും എന്നെ സപ്പോർട്ട് ചെയ്യാനില്ല എങ്കിലും ദൈവം എൻ്റെ ചെലവ് നടത്തും. ഞാൻ കട്രായിൽ ചെന്ന ദിവസം തന്നെ, ആദ്യത്തെ ദിവസം തന്നെ 5 അത്ഭുതമാണ് കണ്ടത്. എനിക്കാരും മുറി തരത്തില്ല. പെട്ടെന്ന് ആകാശ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഓടി വന്നിട്ട് പറഞ്ഞു, ഞാൻ നിനക്ക് മുറി കണ്ടുപിടിച്ചു തരാം. ഒന്നാമത്തെ അത്ഭുതം. അത് കഴിഞ്ഞ് ഞാൻ ട്രാക്ട് കൊടുക്കുന്ന സമയത്ത് ഒരു ഭിക്ഷക്കാരൻ മണിറാം എൻ്റെ ഇടയ്ക്ക് വന്നുകൊണ്ട് ചോദിച്ചു, എന്തുവായി വിതരണം ചെയ്യുന്നേ? ഗവൺമെൻറ്റിൻ്റെ കടലാസാണോ? ഞാൻ പറഞ്ഞല്ല, രക്ഷയെപ്പറ്റി പറയുന്ന യേശുവിൻ്റെ. അയാൾ പറഞ്ഞു, എനിക്ക് യേശുവിനെ പറ്റി കേൾക്കണം, എൻ്റെ വീട്ടിൽ വന്ന് താമസിക്കാമോ? എനിക്ക് താമസിക്കാൻ സൗജന്യമായിട്ടൊരു മുറി കിട്ടി. അദ്ദേഹം എനിക്ക് ആഹാരം തന്നു. വൈകുന്നേരം ഞാൻ സുവിശേഷം പ്രസംഗിച്ചപ്പോൾ
അദ്ദേഹത്തിൻ്റെ ഭാര്യ സത്യ, അവർ രണ്ടുപേരും രക്ഷിക്കപ്പെട്ടു. ഞാൻ അവരെ സ്നാനപ്പെടുത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പത്രോസ് എന്നിട്ടു, ഭാര്യയുടെ പേര് റാഖേൽ എന്നിട്ടു. 3 അത്ഭുതം. 4-ാമത്തെ ദിവസം ഞാൻ രാവിലെ അവിടെ തിരിക്കുന്ന സമയത്ത് അയാൾ ഭിക്ഷക്കാരനാണ്. അയാളുടെ ഭിക്ഷക്കാരൻ്റെ സഞ്ചിക്കകത്തുനിന്ന് പോക്കറ്റിനകത്തുനിന്ന് ഒരു പിടി നാണയം വാരി എൻ്റെ കയ്യിൽ തന്നു. 1 രൂപ 72 പൈസ. മറക്കത്തില്ല ഞാൻ, 1 പൈസ 2 പൈസ. അപ്പം 4 അത്ഭുതം ഞാൻ ആദ്യത്തെ ദിവസം തന്നെ കണ്ടു. ഞാൻ എൻ്റെ വിശ്വാസികളെ പഠിപ്പിച്ചു, നമ്മുടെ യേശുക്രിസ്തു ഇന്നലെ ചെയ്ത അത്ഭുതം ഇന്നും നാളെയും ചെയ്യും. അങ്ങനെയാണ് ആ റാഖേലും പത്രോസും കൂടെ ഒരു ദിവസം, അവർ ഇന്ത്യയിൽ പത്രോസ് എന്നാണ് പറയുന്നത്, അവർ പർവ്വതം കയറി പോകുമ്പോഴാണ് അവർക്ക് വിശന്നു. പത്രോസ് പറഞ്ഞു, വിശക്കുന്നല്ലോ, ഇവിടെ ആഹാരമൊന്നും കിട്ടത്തില്ല, എന്തു ചെയ്യും? ഒരു വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു, ആഹാരം തരാമോ? അവർ പറഞ്ഞു, തരത്തില്ല, ഞാൻ ദരിദ്രനാണ്. സാധാരണ കൊടുക്കുന്ന, പക്ഷേ അന്ന് കൊടുത്തില്ല. പത്രോസ് പറഞ്ഞു, നമ്മൾ എന്തു ചെയ്യും? റാഖേൽ പറഞ്ഞു, നമ്മുടെ ഉപദേശി പറഞ്ഞിട്ടില്ലയോ, ഏലിയാവിന് കാക്ക ആഹാരം കൊടുത്ത് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എടി, എനിക്ക് വിശ്വാസമില്ല, നീ ഒന്ന് പ്രാർത്ഥിക്കുക. അവൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, എന്തിയേ, ചപ്പാത്തിയൊന്നും ഇല്ലല്ലോ. അങ്ങോട്ട് നടന്നപ്പോൾ ഏകദേശം ഒരു 10, 15, 20 ചുവട്ടടി, റാഖേൽ ഇപ്പോഴും ജീവനോടെയുണ്ട്, 10, 20 ചുവട്ടടി അങ്ങോട്ട് നടന്നു കഴിഞ്ഞപ്പോഴാണ് പാറയുടെ പുറത്ത് നല്ല 1-ാം തരം പശു നെയ് വരട്ടിയ പൊറോട്ട 2 എണ്ണം കൊണ്ടുവച്ചിരിക്കുന്നു. പത്രോസ് ആ പാറയുടെ പുറത്ത് കയറി ഇങ്ങോട്ട് ചോദിച്ചു, ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ആരാണ്ട് കൊണ്ടുവച്ച, ഏതോ ദൈവദൂതൻ കൊണ്ടുവച്ച അത്ഭുതം. അത് കഴിഞ്ഞപ്പോൾ പത്രോസ് പറഞ്ഞു, ഭയങ്കര വെയില്, ഒരു കുടയുണ്ടെങ്കിൽ നല്ലതായിരുന്നു. അവൾ പറഞ്ഞു, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം, ഒരു കുട തരാൻ. ഈ പർവ്വതത്തിൽ ആര് കുട തരും? അവിടെ ഇരുന്നോട്ട് കാശ്മീരിൽ കുടയുള്ള നാടല്ല കേട്ടോ. അവർ രണ്ടുപേരും പ്രാർത്ഥിച്ചു, സ്വർഗസ്ഥനായ ദൈവമേ, നീ ഞങ്ങൾക്ക് ചപ്പാത്തി തന്നു, ആഹാരം തന്നു, കുടയൂടെ തരണമേ. എന്നിട്ട് പ്രാർത്ഥിച്ചു, പറഞ്ഞു, കുടയില്ലല്ലോ. അവരങ്ങോട്ട് നടന്നപ്പോഴാണ് ഒരു അത്ഭുതം കണ്ടത്. ഒരു കാർമേഘം അവരുടെ മുകളിൽ വന്നു. അവർ നടക്കുന്നതനുസരിച്ച് അവരുടെ വീട്ടിൽ വരെ ദൈവം കുട പിടിച്ചു കൊടുത്തു. അപ്പോൾ ഞാൻ വിശ്വാസികളെ അന്നും ഇന്നും പഠിപ്പിക്കുന്നത്, നിങ്ങളെയും പഠിപ്പിക്കുന്നത് അതാണ്. നിങ്ങൾ സംശയിക്കരുത്. ദൈവം യേശുക്രിസ്തു ഇന്നലെ ചെയ്തത് അവൻ ഇന്നും നാളെയും ചെയ്യും. ഇത് മാത്രമല്ല, നമുക്ക് എന്തെല്ലാം ആവശ്യമുണ്ടോ. എൻ്റെ ബട്ടൺസിൻ്റെ കഥ കേട്ടിട്ടുണ്ടോ? എൻ്റെ ഒരു ബട്ടൺ പറഞ്ഞു പോയി. ഞാൻ തിരുവനന്തപുരത്ത് പട്ടണത്തിൽ അവിടെ നടക്കുകയാണ്. എനിക്ക് വിഷമം. അടുത്ത ദിവസം ഞാൻ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കേണ്ടിയാണ്. ഈ ബട്ടൺ ഇല്ലാതെ ഒന്ന് പ്രസംഗിക്കാൻ പ്രയാസമാണ്. ഒരു 10 പൈസ എൻ്റെ കയ്യിലില്ല വേറൊരു ബട്ടൺ വാങ്ങിക്കാൻ. ഞാൻ കരഞ്ഞുകൊണ്ട് നന്തംകോട്ടുള്ള റോഡിൽ കൂടെ നടക്കുന്ന സമയത്ത് കരഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ദൈവമേ, നാളെ ഞാൻ നാണം കെട്ട് പോകുമല്ലോ. ഇതാ മുമ്പിൽ ഏതാണ്ട് കിടക്കുന്നു. ഞാൻ എടുത്തു നോക്കി, ഒരു ബട്ടൺ മറ്റ് ബട്ടൻ്റെ കൂടെ വെച്ച് നോക്കി. മറ്റേ ആ ഷർട്ടിനകത്തെ മറ്റ് ബട്ടൺസിനെ പോലെ തന്നെ ഒരു നീല ബട്ടൺ. ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം, യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. ഞാൻ എൻ്റെ വിശ്വാസികളെ പഠിപ്പിക്കുന്നു. അവരും പുതിയ വിശ്വാസികളായതുകൊണ്ട് ധൈര്യത്തോടെ സംശയിക്കാതെ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ചോദിക്കുന്നു, ലഭിക്കുന്നു. ഭാരതത്തിന്റെ അപ്പോസ്തലൻ ഡോക്ടർ PG വർഗീസിന്റെ മിഷണറി ഗാഥ ഇവിടെ അവസാനിക്കുന്നില്ല. തുടർന്നുള്ള എപ്പിസോഡുകളിൽ ത്യാഗോജലമായ അദ്ദേഹത്തിന്റെ ജീവിതം നമ്മൾക്ക് കേൾക്കാം. അതിനുവേണ്ടി നമ്മൾക്ക് പ്രാർത്ഥനയോടുകൂടെ കാത്തിരിക്കാം. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുകയാണ്. മറ്റൊരു എപ്പിസോഡുമായി നാം തമ്മിൽ കണ്ടുമുട്ടുന്നത് വരെയും സർവശക്തനായ യേശു കർത്താവ് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.